വളരെയധികം സന്തോഷമാണ്. കാരണം കുറെ നാളുകൾക്ക് ശേഷമാണ് തിരുവല്ലയ്ക്ക് വരുന്നത്, കുറെ കാലത്തിന് ശേഷമാണ്. അപ്പൊ എന്തായാലും എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. പേര് മുഹമ്മദ് ആഷിഖ്. സ്വദേശം വരുന്നത് മലപ്പുറം കോട്ടക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. കോട്ടക്കൽ അറിയോ? കോട്ടക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ സ്വദേശം വരുന്നത്. ഈ ഒരു മഹത്തരമായുള്ള അവസരം ഞാൻ ഏറ്റെടുത്ത് എൻ്റെ ഒരു കരിയറിൻ്റെ ഒരു ഭാഗമായിട്ട് ചെയ്യാൻ തുടങ്ങിയത് എൻ്റെ 20ാമത്തെ വയസ്സിലാണ്. ഹലോ, 20ാമത്തെ വയസ്സിലാണ്. ഇന്ന് എത്തി നിൽക്കുന്നത് 27 വയസ്സായി. ഈ ഒരു ബിസിനസ്സിലൂടെ എന്ത് നേടിയെന്ന് ചോദിക്കുകയാണെങ്കിൽ ആദ്യം ഇൻകം പറയുന്നതായിരിക്കും നിങ്ങൾക്ക് ഒന്നുകൂടെ ബെറ്റർ. എന്ത് നേടിയെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ബിസിനസ്സിലൂടെ എന്ത് നേടിയെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നതിലാണ് നല്ലത്. ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വിളിക്കാം. 2,29,50,000. ഹലോ, 2,29,00,000 രൂപ ഈ ബിസിനസ്സിലൂടെ ഞാൻ വളരെ കുറഞ്ഞ സമയം കൊണ്ട് 7 വർഷം കൊണ്ട് ഞാൻ അധ്വാനിച്ചു, ഞാൻ ഉണ്ടാക്കി. ഞാൻ ചിന്തിച്ചൊരു കാര്യം, ഈ ഒരു ബിസിനസ്സിലേക്ക് ഞാൻ വരുന്ന സമയത്ത് നിങ്ങൾ ഇപ്പൊ കാണുമ്പോൾ വലിയ സെറ്റപ്പ് ഒക്കെ തോന്നുന്നുണ്ടാവും. അവര് കുറെ ആളുകൾ കൂക്കാനുണ്ട്, കൈയടിക്കാനൊക്കെ ഉണ്ട് അല്ലേ. ഞാൻ വന്നത് ഒരു ബിസിനസ് ഫാമിലിയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പഠനമുള്ള ഒരു ഫാമിലിയിൽ നിന്നോ അല്ല ഞാൻ വന്നത്. ഞാൻ വരുന്ന മുമ്പ് എന്തെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ സ്വന്തമായിട്ട് 18ാം വയസ്സിൽ ഒരു കമ്പ്യൂട്ടർ ഷോപ്പ് ഇട്ട ആളാണ്. സ്വന്തമായിട്ട് 18ാം വയസ്സിൽ ഒരു കമ്പ്യൂട്ടർ ഷോപ്പ് ഇട്ടു. അതേ 18ാം വയസ്സിൽ ആ ഷോപ്പ് ഞാൻ പൂട്ടിയും ചെയ്തു. അതേ 18ാം വയസ്സിൽ എന്ത് ചെയ്തു? ആ കമ്പ്യൂട്ടർ ഷോപ്പ് ഞാൻ പൂട്ടിയും ചെയ്തു. അതായത് 1 കൊല്ലം തികഞ്ഞിട്ടില്ല, 1 കൊല്ലം എന്ത് ചെയ്തില്ല, കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. പക്ഷെ ആ ഷോപ്പ് പൂട്ടിയ സമയത്ത് എനിക്കൊരു കാര്യം മനസ്സിലായി, എൻ്റെ ഉപ്പയുടെ പാത ഞാനും പിന്തുടരുന്നുണ്ട്, കടക്കാരനായി വരുന്നുണ്ട് എന്നുള്ള സത്യം. അപ്പൊ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും, ഞാൻ ചെറുപ്പം തൊട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നത് നാട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്യണം, എത്ര കഷ്ടപ്പെട്ടാലും നാട്ടിൽ ജോലി ചെയ്യണമെന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത്. കാരണം എന്താ ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ഉമ്മ പ്രഗ്നന്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത്, അതായത് എൻ്റെ പെങ്ങളെ പ്രഗ്നന്റ് ആയിട്ട് എൻ്റെ ഉമ്മ നിൽക്കുന്ന സമയത്താണ് എൻ്റെ ഉപ്പ ഗൾഫിലോട്ട് പോയത്. പിന്നെ എൻ്റെ ഉപ്പ നാട്ടിലേക്ക് വരുന്നത് അവക്ക് 11 വയസ്സായവരാണ്. അവക്ക് 11 വയസ്സായവരാണ് എൻ്റെ ഉപ്പ നാട്ടിലേക്ക് വരുന്നത്. അപ്പൊ ചെറുപ്പത്തിൽ നമ്മൾ സ്കൂളിലേക്കും അതുപോലെ തന്നെ മദ്രസയിലേക്കൊക്കെ പോകുമ്പോൾ അയൽവാസികളായിട്ടുള്ള ആളുകളും നാട്ടുകാരും ഒരു ചോദ്യം ചോദിക്കും. അവർക്കൊരു സുഖം, പക്ഷെ നമുക്കത് വലിയ ഒരു വേദനയുള്ള ചോദ്യമാണ്. അവർ ചോദിക്കുന്ന ചോദ്യം, ഉപ്പ വിളിച്ചിരുന്നോ, ഉപ്പ വരാനായോ? ഒരു 5ാം ക്ലാസ് എത്തുന്ന സമയത്തൊക്കെ ഈ ഒരു ചോദ്യം കേട്ട് കേട്ട് നമ്മൾക്ക് എത്രത്തോളം ഈ ചോദ്യത്തിനെ വെറുക്കാൻ പറ്റിയോ അത്രത്തോളം നമ്മൾ വെറുത്തിരുന്നു. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ എൻ്റെ മൈൻഡിൽ ഞാൻ സെറ്റ് ചെയ്തു, എത്ര ഇടങ്ങാറായാലും എന്ത് ചെയ്യൂല, പ്രവാസ ജീവിതത്തിലേക്ക് പോകൂലെന്ന്. പക്ഷേ കടം വന്ന് തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിലായി എന്തായാലും എവിടെ പോണം, പ്രവാസമല്ല ഇനി മാർഗമില്ല എന്ന് പറഞ്ഞ് 19ാമത്തെ വയസ്സിൽ എന്ത് ചെയ്തു, ദുബായിലേക്ക് പോയി വിസിറ്റിങ്ങിനാണ് പോയത്. ഒരുപാട് സ്ഥാപനങ്ങളിൽ CV പിടിച്ച് കയറി ഇറങ്ങി എന്നല്ലാതെ എനിക്കൊരു ജോലി കിട്ടിയില്ല. വീണ്ടും നാട്ടിൽ വന്ന് ഒരു ഓട്ടോ ഓടിക്കുന്ന സമയത്താണ് എൻ്റെ സുഹൃത്ത് മുർഷി എന്ന് പറയുന്ന വ്യക്തി ഇതുപോലത്തെ ഒരു പ്രോഗ്രാം ഹാളിലേക്ക് മലപ്പുറത്തേക്ക് എന്നെ ക്ഷണിച്ചത്. ഞാൻ മലപ്പുറത്തേക്ക് അവൻ വിളിച്ചപ്പോ ഓട്ടം കൂലി കിട്ടും, 100 രൂപ കിട്ടുമെന്ന് വിചാരിച്ചു പോയതാ. സത്യം പറയുകയാണെങ്കിൽ ഒരു പ്രോഗ്രാമിന് പോയ ഫീൽഡിലല്ലായിരുന്നു ഞാൻ പോയത്. ഒരു ഹോട്ടലിൽ ചെന്ന് ഇറങ്ങി അവൻ പറഞ്ഞു, വാ നമുക്ക് മേലെ പോവാന്ന് പറഞ്ഞപ്പോ ഹോട്ടലാണ്, താഴെ ഇതുപോലെ എന്തുണ്ട്, ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു മേലെ എന്ത് ചെയ്യാരം, ടേബിളൊക്കെ ആയിരിക്കും, പൊറാട്ട ചിക്കനൊക്കെ കിട്ടും, എൻ്റെ കൂട്ടുകാരനല്ലേ എന്ന് വിചാരിച്ചു പോയതാണ്. പോയി കയറ്റിയത് ഇതുപോലത്തെ ഒരു ഹാളില്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാച്ചിലേക്ക് നോക്കും, സമയം പോകുന്നുണ്ട്, എൻ്റെ ഓട്ടം. പക്ഷേ ഇതിലൂടെ എനിക്ക് രക്ഷപ്പെടാൻ പറ്റും, എൻ്റെ പ്രശ്നം മാത്രമല്ല എൻ്റെ ഫാമിലിയുടെ പ്രശ്നം മൊത്തം മാറ്റാൻ പറ്റുമെന്ന് വിചാരിച്ച് ഞാൻ തുടങ്ങി. ഇവിടെ നേരത്തെ പ്ലാൻ പ്രസന്റ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടാവും, ആഴ്ച വരുമാനം 2,50,000 രൂപ വരെ കമ്പനി കൊടുക്കുന്നുണ്ട്. അത് ടീം ബോണസ് മാത്രമാണ്. അതെന്തോ മാത്രമാണ്, ടീം ബോണസ് മാത്രമാണ്. ചില മാസങ്ങളിലൊക്കെ എന്താവും, 5 ആഴ്ചയൊക്കെ ഉണ്ടാവും അല്ലെ, ചില മാസങ്ങളിൽ 5 വീക്കൊക്കെ ഉണ്ടാവും. ഈ 5 വീക്കില്, 5 ആഴ്ചകളൊക്കെ ഉള്ള 5 വീക്കില് ഞാൻ ഈ കമ്പനിയിലൂടെ റാങ്ക് മെയിൻസ് ബോണസും കോപ്ലിക്കന്റ് ബോണസും ടീം ബോണസും എല്ലാം അടക്കം 14,25,000 രൂപ വരെ വരുമാനം വാങ്ങിച്ചിട്ടുണ്ട്. ഏകദേശം അദ്ദേഹം പറഞ്ഞ് 2,50,000 രൂപ എന്റെ 26 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ടുള്ള 26 ആഴ്ച ഈ ബിസിനസ്സിലൂടെ വരുമാനം വാങ്ങിച്ചിട്ടുണ്ട്. അതിലെടുത്തു പറയേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ ബിസിനസ്സിൽ അത്ര ആക്റ്റീവ് ഒന്നും അല്ലായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഒരു 7 വർഷം ചെയ്തു, ഒന്ന് മാറി നിന്നു,
ടൂറ് കാര്യങ്ങളൊക്കെ ആയിട്ട് 2 പ്രാവശ്യം ദുബായിൽ പോയി, 1 പ്രാവശ്യം ഉംറക്ക് പോയി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പല സ്ഥലങ്ങൾ, ഡൽഹി താജ്മഹൽ കാണാൻ, ഇങ്ങനത്തെ കുറെ പരിപാടികളായിട്ട് ഞാൻ എന്ത് ചെയ്തു, 1 വർഷത്തോളം ഞാനൊന്ന് മാറി നിന്നിരുന്നു. പക്ഷെ ആ മാറി നിന്ന സമയത്ത് എന്റെ വരുമാനം ഏകദേശം 60 ലക്ഷം രൂപക്ക് അടുത്താണ്. ആ മാറുന്ന സമയത്ത് ഒരു ആക്ടിവിറ്റി പോലും ചെയ്യാതെ എന്റെ 1 വർഷത്തെ വരുമാനം 60 ലക്ഷം രൂപക്ക് മുകളിലാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇന്ന് 27-ാം വയസ്സിൽ എത്ര രൂപ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു? 2,27,00,000 രൂപ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, എന്റെ പ്രായത്തിലുള്ള ഒരു വ്യക്തി നമ്മുടെ നാട്ടിലൊരു ജോലി ചെയ്യുകയാണെങ്കിൽ ഏറിപ്പോയ 30,000 രൂപ കിട്ടും. ശരിയാണോ അല്ലേ? 30-നെ നിങ്ങൾ 12 കൊണ്ട് ഗുണിക്കണം, 3,60,000 രൂപ കിട്ടും. അതിനെ നിങ്ങൾ 3,60,000 നിങ്ങൾ അടുത്തൊരു 30 കൊണ്ട് ഗുണിക്കണം. 30 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഗുണിച്ചാൽ കിട്ടുന്ന സംഖ്യ 1,08,00,000 രൂപയാണെങ്കിൽ കഴിഞ്ഞ 7 വർഷം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയത് 2,27,00,000 രൂപയാണ്. അതായത് ഒരു വർഷത്തെ ആവറേജ് ഇൻകം എന്ന് പറഞ്ഞാൽ 22 ലക്ഷം രൂപ. 30 വർഷം എന്റെ പ്രായത്തിലുള്ളവർ അധ്വാനിക്കുന്ന പൈസയാണ് 7 വർഷം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയത്. ശരിയാണോ അല്ലേ? ഈ ഒരു സമയത്ത് ഇപ്പൊ ഇവിടെയൊക്കെ നിൽക്കുന്ന സമയത്ത് ഞാൻ വളരെയധികം സന്തോഷത്തിലാണ് സംസാരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇവിടെയുള്ള ആളുകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് എഡ്യൂക്കേറ്റഡ് ആയിരിക്കും അല്ലെ. പഠനത്തിന്റെ കാര്യത്തിൽ ഇവിടെ വീക്ക് ഉണ്ടാവില്ല. സത്യമാണോ അല്ലേ? ഞങ്ങളുടെ നാട്ടിലെന്നാൽ എങ്ങനെയാണ് അല്ലെ? ഞങ്ങളൊക്കെ നാട്ടിലെന്നാൽ അത്ര വലിയ പഠിപ്പൊന്നും ഉണ്ടാവില്ല. 10ാം ക്ലാസ്സും ക്രിസ്ത്യൻ എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ഗ്യാങ് ആയിരിക്കും ഞങ്ങളുടെ നാട്ടിലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നിങ്ങളുടെ മുമ്പിലേക്ക് ഈ ഒരു അവസരം കിട്ടുന്ന സമയത്ത് നിങ്ങൾ ബാക്കി കാര്യങ്ങൾ ചെയ്താൽ ഓൾറെഡി എഡ്യൂക്കേറ്റഡ് ആണോ അല്ലേ? ഇപ്പൊ പല ആളുകളും PSC വളരെയധികം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആണോ അല്ലേ? ഇപ്പൊ നമ്മളെ മക്കളെയൊക്കെ നമ്മൾ PSC ചെയ്യാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആണോ അല്ലേ? ഒരു 15-20 വർഷം മുമ്പ് നിങ്ങൾക്ക് PSC കിട്ടുകയാണെങ്കിൽ ബെസ്റ്റ് ആയിരുന്നു. കാരണം ഒരു 20 വർഷം മുമ്പ് അല്ലെങ്കിൽ 15 വർഷം മുമ്പുള്ള ആളുകളുടെ ആയുസിന്റെ കണക്ക് എന്ന് പറഞ്ഞാൽ 70 വയസ്സ് എന്തായാലും കംപ്ലീറ്റ് ചെയ്യും. ആണോ അല്ലേ? ഇന്നൊരു അവതാരകൻ മരണപ്പെട്ടു. മക്കളെ, ഈ ജനറേഷൻ 50-ൽ കൂടുതൽ പോവാൻ പടിയാണ്. പിന്നെ എങ്ങനെ 55-ലുള്ള പെൻഷൻ കിട്ടുക? ഹലോ, ചിന്തിച്ചു നോക്ക്. നിങ്ങൾ തമാശ രൂപത്തിലാണ് ഞാൻ പറയുന്നതെന്നുണ്ടെങ്കിലും നിങ്ങൾ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. 55-ലെ പെൻഷന് വേണ്ടിയിട്ടാണ് നമ്മൾ PSC എഴുതുന്നത്. സത്യമാണോ അല്ലേ? ഇന്നത്തെ ജനറേഷന്റെ ആരോഗ്യത്തിന്റെ അവസ്ഥ എന്താണ്? നേരത്തെ പ്ലാൻ പ്രസന്റ് ചെയ്ത സമയത്ത് സാറ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടോ നമ്മുടെ ഇന്നത്തെ ആരോഗ്യത്തിന്റെ അവസ്ഥ. സത്യമാണോ അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇന്ന് നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്ത സമയത്ത് ഒന്നും അല്ലാത്ത സമയത്ത് ഏറ്റെടുത്തെന്ന് പറഞ്ഞു. ഇന്ന് എന്റെ ഉമ്മയുടെ അക്കൗണ്ടിലേക്ക് എല്ലാ മാസവും 50,000 രൂപ കമ്പനി അയച്ചു കൊടുക്കുന്നുണ്ട് ബോണസ് ആയിട്ട്. ഹലോ, എന്റെ ഉമ്മയുടെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ മാസവും കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്? 50,000 രൂപ കോ ആപ്ലിക്കന്റ് ബോണസ് ആയിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. എന്റെ ഉമ്മ എന്താണ് വിവക്ക് വേണ്ടി ചെയ്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്റെ ഉമ്മയുടെ ജീവിത എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട്, എന്റെ ഉമ്മയുടെ ജീവിത എക്സ്പീരിയൻസ് പറഞ്ഞാല് ഉമ്മയുടെ കല്യാണം കഴിഞ്ഞ് ഉപ്പ ബിസിനസ് എന്ത് ചെയ്തു? ഫാമിലിയിലേക്ക് 1-2 ആളുകൾ ഷെയർ ചെയ്തു. അവരും ഉപ്പയും തമ്മിൽ വർഷങ്ങളോളം തെറ്റി. എന്ത് ചെയ്തു? വർഷങ്ങളോളം മിണ്ടാതായി. ഉമ്മയ്ക്ക് ഏറ്റവും അടുത്ത വ്യക്തി ഉമ്മയുടെ സ്വന്തം ബ്രദർ. അങ്ങനെ തന്നെ പറയാം. ഉമ്മയുടെ സ്വന്തം ബ്രദറും ഉപ്പയും തമ്മിൽ 10ഓളം വർഷം തെറ്റി നടന്നു. ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്റെ ഉമ്മ ഈ ബിസിനസ്സിലേക്ക് ഞാൻ വന്ന സമയത്ത് എനിക്ക് ആദ്യം തന്ന 2 ഉപദേശമാണ്. ഒന്ന്, കുടുംബത്തെ പറയരുത്. എന്ത് ചെയ്യരുത്? കുടുംബത്തെ പറയരുത്. 2, കുടുംബത്തിൽ ഒരാൾക്കും പ്രൊഡക്റ്റ് കൊടുക്കരുത്. ഈ 2 കാര്യമാണ് എന്റെ ഉമ്മ എന്നോട് ആദ്യമായിട്ട് പറഞ്ഞത്. ആ ഉമ്മയുടെ അക്കൗണ്ടിലേക്കാണ് 50,000 രൂപ പോകുന്നത്. അല്ലാതെ ഒരു ഐ-കോഫി പോലും ഇന്ന് വരെ എന്റെ ഉമ്മ എന്ത് ചെയ്തിട്ടില്ല? സെയിൽ ചെയ്തിട്ടില്ല. ഒരു ഐ-കോഫി പോലും സെയിൽ ചെയ്യാൻ പോലും ശ്രമിച്ചിട്ട് പോലുമില്ല. പക്ഷെ ആ ഉമ്മയുടെ അക്കൗണ്ടിലേക്ക് 50,000 രൂപ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മുടെ മക്കളെ നമ്മൾ കഷ്ടപ്പെട്ട് 18-20 വയസ്സ് വരെ വളർത്തി പഠിപ്പിച്ച് ലോൺ എടുത്ത് പഠിപ്പിച്ച മക്കളെ നമ്മൾ എങ്ങോട്ടാ പറഞ്ഞയക്കുന്നത്? ജോലി ചെയ്യാൻ വേണ്ടി അന്യ രാജ്യത്തേക്ക് പറഞ്ഞയക്കാണ്. പോയാൽ കിട്ടുന്നത് എത്ര? 1.5 ലക്ഷം രൂപ. ആ സമയത്താണ് സ്വന്തം നാട്ടില് ഉമ്മ ഉണ്ടാക്കിയ ചോറും കഴിച്ച്, ഉമ്മ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ച് ഒരുത്തൻ 2.5 വാങ്ങുന്നുണ്ടെന്ന് പറയുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കും, നമ്മുടെ മക്കളെ 18 വയസ്സ് കംപ്ലീറ്റ് ചെയ്ത സമയത്ത് അവന് നിങ്ങൾ എന്ത് ചെയ്യണ്ട? ഒരു ബൈക്ക് പോലും നിങ്ങൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണ്ട. ബൈക്കൊക്കെ വാങ്ങാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ കൊടുക്കി. ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഓപ്പർച്യൂണിറ്റി. ഇന്ന് എന്റെ ഉപ്പ റിട്ടയർഡ് ആണോ? ഹലോ, എന്റെ ഉപ്പാക്ക് ഏകദേശം ഒരു 55 വയസ്സൊക്കെ ആയിട്ടുള്ളൂ. എന്റെ ഉപ്പ റിട്ടയർഡ് ആണ്. പെൻഷൻ PSC
ജോലിയിലൂടെ കിട്ടുന്ന പെൻഷൻ അല്ല, ഗവൺമെന്റ് ജോലിയിലൂടെ കിട്ടുന്ന പെൻഷനും എന്റെ ഉപ്പാക്ക് കിട്ടുന്ന പെൻഷനും തമ്മിൽ ഒറ്റ വ്യത്യാസമുള്ളൂ. ഗവൺമെന്റിലൂടെ മാസത്തിൽ 1 കിട്ടുള്ളൂ. എന്റെ ഉപ്പാക്ക് എത്ര ആഴ്ച ഉണ്ടോ അന്നൊക്കെ പെൻഷൻ കിട്ടും. ഹലോ, എന്താ കാരണം? ഇൻഡസ്ട്രിയ കമ്പനി എന്റെ അക്കൗണ്ടിലേക്ക് അയച്ചു തരും. ഉപ്പൊരു മെസ്സേജ് ഇടും, ഇൻകം വന്നില്ലേ, എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് പോന്നോട്ടെ, നമ്മൾ അങ്ങോട്ട് തട്ടി കൊടുക്കും. ഹലോ, എല്ലാ ആഴ്ചയിലും എന്റെ ഉപ്പയുടെ അക്കൗണ്ടിലേക്ക് ഞാൻ പണം അയച്ചു കൊടുക്കുന്നുണ്ട്. ഉപ്പാക്ക് ഒരു പണിയില്ല. വീട്ടിൽ ഉപ്പാക്ക് വേണ്ടിയിട്ട് ഉപ്പ അടുത്ത് എന്ത് ചെയ്തു, ഞാൻ ഈ ദുബായിലൊക്കെ പോയ സമയത്ത് എന്റെ കാറ് ഞാൻ വീട്ടിൽ നിർത്തിയിരുന്നു. അപ്പൊ ഉപ്പ എന്ത് ചെയ്തു, തട്ടിക്കൂട്ടി ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച് ഇങ്ങനെ കൊണ്ടിറക്കാൻ തുടങ്ങി. അപ്പൊ ഞാനൊരിട്ടം വന്ന സമയത്ത് കാറിന്റെ ഇവിടെ ഒരു വരണ്ട് അവിടെ ഒരു വരണ്ട്, 2 സൈഡും എന്തുണ്ട്, സ്ക്രാച്ച് ആയിട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ വണ്ടി ഇവിടെ നിർത്തിയാൽ എനിക്ക് പണി കിട്ടും. ആ സമയത്ത് ഞാൻ പോയിട്ട് ഉപ്പാക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് ഒരു വണ്ടി സർപ്രൈസ് ആയിട്ട് വാങ്ങിച്ചു കൊടുത്തു. ഒരു MG കോമറ്റ് എന്ന് പറഞ്ഞാൽ ഉപ്പാക്ക് കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ വണ്ടി, ഒരു MG കോമറ്റ് ഞാൻ വാങ്ങിച്ചു കൊടുത്തു. ആ വണ്ടി റെഡി ക്യാഷിന് വാങ്ങണം എന്ന് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമായിരുന്നു. 10 ലക്ഷം രൂപ റെഡി ക്യാഷ് കൊടുത്തിട്ട്, ഹലോ, 1 രൂപ പോലും ലോൺ ഇടാതെ 10 ലക്ഷം രൂപ റെഡി ക്യാഷ് കൊടുത്തിട്ടാണ് ആ വണ്ടി ആ ഉപ്പാക്ക് പർച്ചേസ് ചെയ്ത് കൊടുത്തത്. ഉപ്പാക്ക് ആ വണ്ടി പർച്ചേസ് ചെയ്ത് കൊടുത്തു. അടുത്ത വണ്ടി പിള്ളേർക്കൊക്കെ അറിയാൻ പറ്റുന്നുണ്ടാവും. ഞാൻ കുറെ ആളുകളോട് ചോദിച്ചു, ഞാൻ ബെൻസ് എടുക്കണം, പിള്ളേരോടൊക്കെ ചോദിച്ചു ബെൻസ് എടുക്കണോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വണ്ടി എടുക്കണോ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ബജീർ എടുത്താൽ മതി. അപ്പൊ ബജീർ അന്വേഷിച്ച ബജീർ ഇപ്പൊ പുതിയത് ഇറങ്ങണില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ബജീർ പുതിയ ഇറങ്ങുന്നില്ല. അപ്പൊ അവരെന്നോട് പറഞ്ഞ കാര്യം, പിള്ളേരൊക്കെ പറഞ്ഞ കാര്യം, ഞങ്ങൾ താറോക്സ് എടുത്തിട്ട് കളിപ്പിക്കുകയായിരുന്നു. ഇതാ മുറ്റത്തൊരു താറോക്സ് എടുക്കുന്നുണ്ട്. ഹലോ, 16 ലക്ഷം രൂപ. ഹലോ, 16 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചിട്ട് ബാക്കി ഫണ്ടാണ് EMI ഇട്ടിട്ട് കൊടുത്ത് നിർത്തിയിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, കഴിഞ്ഞൊരു വർഷത്തില് ഞാൻ ഇറക്കിയ വണ്ടിക്ക് കൊടുത്ത ഡൗൺ പേയ്മെന്റ് മാത്രം 26 ലക്ഷം രൂപയാണ്. അതോ ഞാൻ ഇറക്കിയ വണ്ടിക്ക് മാത്രം കൊടുത്ത് 26 ലക്ഷം രൂപയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു കടക്കാരന്റെ മകനായിട്ട് ബിസിനസ് കൈ കിട്ടി. ഇന്ന് ഒരു കോർപ്പറേറ്റ് ലെവലിലേക്ക് എനിക്ക് മാറാൻ പറ്റും. ഇനി ഈ ഒരു ആള് വിട്ടുപോകുന്നതിന് മുമ്പ് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളെ മക്കളെ പഠിപ്പിച്ച് നമുക്ക് കൺമുന്നിൽ കാണാത്ത ദൂരത്തേക്ക് നിങ്ങൾ പറഞ്ഞയക്കണോ, അതല്ല അവരെ നാട്ടിൽ നിർത്തിയിട്ട് ഒരു നല്ല ബിസിനസ് ഓപ്പർച്യൂണിറ്റി അവരെ കയ്യിൽ കൊടുക്കണോ എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക. കാരണം 27 വയസ്സേ എനിക്കായിട്ടുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്തെല്ലാം നേടിയെന്ന് നോക്ക്. ഇന്ന് എന്റെ ഫാമിലിയുടെ കൂടെ ഹാപ്പി ആയിട്ട് ഞാൻ ജീവിക്കുന്നുണ്ട്. ഇതേ ഒരു ആഗ്രഹമല്ല ഏതൊരു മാതാപിതാക്കൾക്കും ഉണ്ടാവുക. സ്വന്തം മക്കള് അത് എത്ര ആയാലും സ്വന്തം കൂടെ വേണമെന്നല്ല ഏതൊരു രക്ഷിതാവും ആഗ്രഹിക്കുക. അതിന് പറ്റിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ ഇവിടെ കാണുന്നതിൽ ഭൂരിഭാഗം ആളുകളും കുറച്ച് ഏജ് ഉള്ള ആളുകളാണ്. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഫാമിലിയിലുള്ള, നിങ്ങൾ ഏറ്റെടുത്തിട്ട് നിങ്ങളുടെ ഫാമിലിയിലുള്ള ആളുകൾക്ക് ഇത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ ഒരു സമയത്ത് ഞാൻ ആദ്യമായിട്ട് ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നത് എൻ്റെ നാട്ടിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട് ആയിട്ടുള്ള റഹീന എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അവര് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആദ്യം ഷെയർ ചെയ്ത് അവരുടെ പെറ്റുമ്മക്കാണ്. ഇന്ന് പ്രൗഡായിട്ട് പറയാൻ പറ്റും, ആ ഉമ്മ ഈ ബിസിനസ്സിലൂടെ 53 വയസ്സുണ്ട്. ഇദ്ദേഹത്തിനൊക്കെ അറിയുന്നുണ്ടാവും അവരെ. 53 വയസ്സുണ്ട്. ആ ഉമ്മ ഇന്ന് ഈ ബിസിനസ്സിലൂടെ ഏകദേശം വാങ്ങിച്ച വരുമാനം 55 ലക്ഷം രൂപ മുതലാണ്. 55 ലക്ഷം രൂപ മുതലാണ് ആ ഉമ്മ ഈ ബിസിനസ്സിലൂടെ വരുമാനം വാങ്ങിച്ചത്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ, ചെറുപ്പക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ജീവിതത്തിൽ നിങ്ങളുടെ മുമ്പിൽ കിട്ടിയൊരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റികളിൽ പെട്ട ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇൻഡസ്ട്രി. ഏറ്റെടുത്ത് ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെയൊക്കെ മക്കള് പല സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ മനസ്സിലേക്ക് ആഗ്രഹിക്കുന്നുണ്ടാവും, എനിക്കൊന്ന് പോണമെന്ന്. സത്യമാണോ അല്ലേ? എനിക്കൊരു ടൂർ ആയിട്ടെങ്കിലും പോണമെന്ന്. ഇതാ കമ്പനി കൊണ്ടുവന്നിട്ടുണ്ട് ഒരു മലേഷ്യൻ ട്രിപ്പ്. നമുക്ക് 6 ആഴ്ച നിങ്ങൾ എഫേർട്ട് എടുക്കാൻ തയ്യാറാണെങ്കിൽ കമ്പനി നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്ന മലേഷ്യ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഏതൊരു വ്യക്തിയും ടൂർ പോകാനുള്ള ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ആദ്യം ഡ്രീം കാണുന്ന സ്ഥലമാണ് മലേഷ്യ. ആ മലേഷ്യയിലേക്കാണ് നിങ്ങൾ ഓരോരുത്തരെയും കൊണ്ടുപോകാൻ കമ്പനി റെഡി ആയിട്ടുള്ളത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇന്ന് തന്നെ നിങ്ങളെ കൊണ്ടുവന്ന വ്യക്തിയുമായിട്ട് സംസാരിച്ച് ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു എന്ത് ചെയ്യാൻ പറ്റും, ഏറ്റെടുത്ത് ഇത് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ ഹാൾ വിട്ടു പോകുന്നതിന് മുമ്പ് അത് എന്നോട് ക്ലിയർ ചെയ്യാം. ഇവിടെ ഉള്ള എല്ലാവരും പോയിട്ട് ഫവാസാറെ കൂടെ ഞാൻ പുറത്തു പോവുള്ളൂ. അപ്പൊ എല്ലാവരും ഇത് ഏറ്റെടുത്ത് ചെയ്യുക. ഞാൻ ഈ ഹാളിലുണ്ടാവും. എല്ലാവരും എന്ത് ചെയ്യുക, ഇത് ഏറ്റെടുത്ത് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.